ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും RAS ബോധി ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഖിൽ RS. സെക്രട്ടേറിയറ്റ് OA പരീക്ഷയെ അടിസ്ഥാനമാക്കിയ ചോദ്യപേപ്പറിനെ അടിസ്ഥാനമാക്കിയ പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് പരിശോധിക്കുക. നോക്കൂ, ഈ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന് നോക്കുക. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2, 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3, 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 4, പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലാണ്. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലാണ് എന്നിങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് ഇവിടുത്തെ ചോദ്യം, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1, 2, 3, 4. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ പത്രം ആരംഭിച്ചതെന്ന് നിങ്ങൾ ഒരുപാട് തവണ കേട്ട് കാണും. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്, 1 ശരിയാണ്, ശരിയല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. ശരിയാണോ? മൂന്നാമത്തത്, 39 ബ്രിട്ടീഷ് സർക്കാർ പത്രം കണ്ടുകെട്ടി. ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ പത്രമാണ് അൽ അമീൻ എന്ന് നിങ്ങൾ എന്തായാലും കേട്ട് കാണും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ സ്ഥിതിക്ക് നമുക്കിവിടെ ഒരൊറ്റ പോയിന്റ് കൊണ്ട് തന്നെ താഴെ പറയുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഓപ്ഷൻസ് നോക്കുക. A 1, 2 and 3, ഓപ്ഷൻ B 2, 3, ഓപ്ഷൻ C 3 മാത്രം, ഓപ്ഷൻ D 4 മാത്രം. ഇവിടുത്തെ ചോദ്യം ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1 വരുന്ന കോമ്പിനേഷൻ ഒന്നേ ഉള്ളൂ, ശരിയല്ലേ? ആ ഒറ്റ പോയിന്റ് കൊണ്ട് തന്നെ ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ A ആണെന്ന് കണ്ടെത്താൻ പറ്റും. അതായത് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1, 2 and 3 ഇത് മാത്രമാണ് ശരി. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. 4ാമത്തെ പ്രസ്താവന എന്താണ്? പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലായിരുന്നു എന്നത് തെറ്റ്. പത്രത്തിൻ്റെ ഓഫീസ് കോഴിക്കോടായിരുന്നു എന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. നമുക്കറിയാം, മലയാളത്തിലെ 2ാമത്തെ ദേശീയ ദിനപത്രം എന്നറിയപ്പെടുന്ന പത്രമാണ് അൽ അമീൻ എന്നറിയപ്പെടുന്ന പത്രം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് നിർണായകമായി പങ്കുവഹിച്ച ഒരു പത്രമായിരുന്നു അൽ അമീൻ. ഏത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം? ഏത് കാലഘട്ടം? സിവിൽ ഡിസ്ഒബീഡിയൻ്റ് മൂവ്മെൻറ്റ്, സിവിൽ ആജ്ഞാലംഘനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി കടപ്പുറത്തേക്ക് സബർമതി ആശ്രമത്തിൽ നിന്നും 78 അനുയായികളോടൊപ്പം നടന്നുപോയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ പ്രയാണം ആരംഭിക്കുന്നു. നിങ്ങൾ കേട്ട് കാണും, അല്ലേ? ഇതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ്റെയും, നാഗാലാൻഡിൽ റാണി ഗൈഡിലുവിൻ്റെയും, ഉത്തർപ്രദേശിൽ പുരുഷോത്തം ദാസ് ഢണ്ടൻ്റെയും, ഒറീസയിൽ ഗോപബന്ധു ചൗധരിയുടെയും, തമിഴ്നാട്ടിൽ വേദാരണ്യം കടപ്പുറത്ത് C രാജഗോപാലാചാര്യയുടെയും, നമ്മുടെ കൊച്ചു കേരളത്തിൽ K കേളപ്പൻ്റെയും നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ജാഥ നയിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. എവിടെ നിന്നും എങ്ങോട്ടാണ്? കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച നേതാവാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന വിശേഷണം കേരള നവോത്ഥാനത്തിൻ്റെ വീരപുത്രൻ എന്നും കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നും അറിയപ്പെടുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ വീരപുത്രൻ, കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കാൻ കാരണം? നിങ്ങൾ കേട്ടിട്ടില്ലേ? സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിഖ്യാതമായ സംഘടനയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്കിൽ അംഗമായി കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച നേതാവും സുഭാഷ് ചന്ദ്രബോസാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നിർണായകമായ നിരവധി സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് ധീരമായ നേതൃത്വം നൽകിയ മലബാറിലെ ഒരു നേതാവാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹം ആരംഭിച്ച പത്രം ഒരു 100 തവണയെങ്കിലും PSC ചോദിച്ചതാണ്. അൽ അമീൻ എന്നാണ് പത്രത്തിൻ്റെ പേര്. നമ്മൾ ഇവിടുത്തെയും ചോദ്യം അൽ അമീൻ തന്നെയാണ്. അൽ അമീൻ ആരംഭിച്ചത് കോഴിക്കോട് നിന്നാണ്. ആരംഭിച്ച ഡേറ്റ് 1924 ഒക്ടോബർ 12 മലയാളത്തിലെ 2ാമത്തെ ദേശീയ ദിനപത്രമാണ് അൽ അമീൻ.
ബ്രിട്ടീഷുകാർക്കെതിരായ ലേഖനങ്ങൾ അച്ചടിച്ച കുറ്റത്തിന് ബ്രിട്ടീഷ് സർക്കാർ കണ്ടുകെട്ടിയ, നിർത്തലാക്കിയ, ബാൻ ചെയ്ത ഒരു പത്രമാണ് അൽ അമീൻ. അൽ അമീൻ പത്രം ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1939 സെപ്റ്റംബർ 29 ഡേറ്റ്. 1939 സെപ്റ്റംബർ 29 ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടുകെട്ടിയ പത്രം കൂടിയാണ് അൽ അമീൻ എന്ന് അറിയപ്പെടുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ വീട്ടുപേര്, ഭവനനാമം ചോദിച്ചാൽ കറുകപ്പാടം തറവാട്. നവോത്ഥാന നായകന്മാരുടെ എല്ലാം ഭവനനാമം, വീട്ടുപേര് ചോദിക്കാറുണ്ട് അല്ലേ. ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ വീട്ടുപേരെന്താണ്? കറുകപ്പാടം തറവാട്. കുറച്ച് നവോത്ഥാന നായകന്മാരുടെ വീട്ടുപേരുകളൊന്ന് പറഞ്ഞു നോക്കാം. വയൽവാരം വീട് കേട്ടിട്ടില്ലേ? ആരുടെയാണ്? സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. സാഹിത്യ കുടീരം ആരുടെ വീട്ടുപേരാണ്? കേട്ടുകാണും നിങ്ങൾ, പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. കൂടില്ലാ വീട് ആരുടെ വീട്ടുപേരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കാരാട്ട് തറവാട് ആരുടെ വീട്ടുപേരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. നെടുങ്ങോട്ട് വീട് ആരുടെ വീട്ടുപേരാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെതാണ്. ഏലംകുളം മന നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, ആരുടെയാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. തട്ടാൻ്റെ കിഴക്കതിൽ ആരുടെ ഭവനനാമമാണ്? C കേശവൻ്റെതാണ്. കേട്ടിട്ടില്ലേ? രസിക ഭവനം ആരുടെ വീട്ടുപേരാണ്? സാക്ഷാൽ VT ഭട്ടതിരിപ്പാടിൻ്റെ. എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഭവനനാമം കറുകപ്പാടം തറവാട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കാലവും ചരിത്രവും അടയാളപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമുണ്ട്. ഇന്ത്യ വിഭജനം എന്ന വിഷയം ഉന്നയിച്ച് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ രൂക്ഷമായ വർഗീയ കലാപങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെ വർഗീയ കലാപങ്ങളെ തടഞ്ഞു നിർത്താനായി 1945 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നടത്തിയ വിഖ്യാത പ്രസംഗമാണ് കൊടിയത്തൂർ പ്രസംഗം എന്നറിയപ്പെട്ടു. അപ്പോൾ കൊടിയത്തൂർ പ്രസംഗം നടത്തിയ നവോത്ഥാന നായകനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. സാഹിബിൻ്റെ വിഖ്യാതമായ പ്രസംഗമാണ് കൊടിയത്തൂർ പ്രസംഗമെന്ന് ഓർത്തിരിക്കണം. ഈ പ്രസംഗത്തിലെ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പരാമർശം ഇങ്ങനെയാണ്: ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ വേണമെങ്കിൽ അവർ അത് ആവശ്യപ്പെട്ട് കൊള്ളട്ടെ. ദക്ഷിണേന്ത്യയിലെ നമുക്ക് എന്താണ് ഗുണം? നാം ഇവിടെ ജനിച്ചവരാണ്, ഈ മണ്ണിൽ പ്രയത്നിച്ച് മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കൊടിയത്തൂർ പ്രസംഗത്തിൻ്റെ ഭാഗം 1945. ഓർത്തിരിക്കുമല്ലോ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതത്തെ ആധാരമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ആണ്, കേട്ട് കാണും നിങ്ങൾ, വീരപുത്രൻ എന്നാണ് ആ സിനിമയുടെ പേര്. വീരപുത്രൻ സംവിധാനം ചെയ്തത് PT കുഞ്ഞു മുഹമ്മദ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയ വീരപുത്രൻ എന്ന സിനിമ ചലച്ചിത്രം സംവിധാനം ചെയ്തത് PT കുഞ്ഞു മുഹമ്മദ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പുറത്തിറങ്ങിയ വിഖ്യാതമായ കവിതയാണ് മരണമില്ലാത്ത മനുഷ്യൻ. ആരാണ് ഈ മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിത അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, മലയാളത്തിലേക്ക് അവസാനത്തെ ജ്ഞാനപീഠ പുരസ്കാരം കൊണ്ടുവന്ന ഒരു കവിയാണ്, സാഹിത്യകാരനാണ്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ 6ാമത്തെ മലയാളി അല്ലേ, 2021 മരണപ്പെട്ട സാഹിത്യകാരൻ. അതെ, അദ്ദേഹം തന്നെ. ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതത്തെക്കുറിച്ച് മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിത എഴുതിയത് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അൽ അമീൻ പത്രത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ശരിയാണ്. അൽ അമീൻ പത്രം ആരംഭിച്ചത് ഓർത്തിരിക്കണം കോഴിക്കോട് നിന്നാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങളും ഏറ്റവും പുതിയ ചോദ്യപേപ്പറുകളുടെ വിശകലനവുമായി നമുക്ക് ഈ ചാനലിലൂടെ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് മറ്റൊരു ഭാഗത്ത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.